മിഡിൽ ഈസ്റ്റിൽ യുദ്ധസാഹചര്യം നിലനിൽക്കെ ഇസ്രയേലിന് പിന്തുണയേകാൻ അതിപ്രഹരശേഷിയുള്ള യുദ്ധക്കപ്പലയച്ചിരിക്കുകയാണ് അമേരിക്ക. ഇസ്രയേലിലേക്ക് ഇറാൻ മിസൈലാക്രമണം നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് അമേരിക്കയുടെ നിർണായക നീക്കം. ഇറാന്റെ ആക്രമണം പ്രതിരോധിക്കുന്നതിനു വേണ്ടിയാണ് മേഖലയിൽ അമേരിക്ക കപ്പൽ വിന്യസിക്കുന്നത്. അമേരിക്കയുടെ രണ്ടാമത്തെ യുദ്ധക്കപ്പലാണ് പ്രദേശത്ത് വിന്യസിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. അമേരിക്കൻ നേവിയുടെ എട്ടാമത്തെ നിമിറ്റ്സ് ക്ലാസ് വിമാനവാഹിനി കപ്പലായ USS ഹാരി എസ് ട്രൂമാനാണ് പ്രദേശത്തുള്ളത്. ഇതിന് കൂട്ടായി USS എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പലാണ് അയക്കുന്നത്. ഒരു നിർദ്ദേശം ഉണ്ടാകുന്നതുവരെ കപ്പൽ പ്രദേശത്ത് തന്നെ തുടരുമെന്ന് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ പ്രതികരിച്ചു. ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷത്തിനിടെ ഇസ്രയേലിനെ പിന്തുണച്ചുകൊണ്ട് അമേരിക്ക രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നാലെ കപ്പൽ അയച്ചതിന് അതീവ ജാഗ്രതയോടെയാണ് ഇറാനും ലെബനനും കാണുന്നത്. ആണവായുധ വാഹകരായ വിമാനങ്ങളെ വഹിക്കാൻ ശേഷിയുള്ള അമേരിക്കയുടെ കപ്പലാണ് മിഡിൽ ഈസ്റ്റിൻ്റെ തീരത്തെത്തുന്നത്. മെഡിറ്ററേനിയൻ തീരത്തും കപ്പലിൻ്റെ നിരീക്ഷണം ഉണ്ടാകും. ലോകത്തെ തന്നെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലുകളിലൊന്നാണ് USS എബ്രഹാം ലിങ്കൺ. F-35 യുദ്ധവിമാനത്തെ വഹിക്കാൻ കഴിയുന്ന ഈ കപ്പൽ അമേരിക്കൻ നാവികസേനയുടെ അഞ്ചാമത് നിമിറ്റ്സ് ക്ലാസ്സിലാണ് പെടുന്നത്. ചെങ്കടലിലെ ഹൂതി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ കപ്പൽ അറേബ്യൻ കടലിൽ നിരീക്ഷണം നടത്തുകയായിരുന്നു. അമേരിക്ക ഇറാഖ് യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ എബ്രഹാം ലിങ്കൺ മിഡിൽ ഈസ്റ്റിൽ വിന്യസിച്ചിരുന്നു. പിന്നീട് അഫ്ഗാൻ യുദ്ധത്തിൻ്റെ സമയത്ത് തിരിച്ചു വിളിക്കുകയായിരുന്നു. ഒരു നിർദ്ദേശം ഉണ്ടാകുന്നതുവരെ എബ്രഹാം ലിങ്കൺ പ്രദേശത്ത് തന്നെ തുടരുമെന്ന് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ അറിയിച്ചു. അതിനിടെ ഇറാനും ഇസ്രയേലും തമ്മിൽ നേരിട്ടുള്ള പോരാട്ടം ആരംഭിച്ചതോടെ ആശങ്കയിലായിരിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലെ പ്രവാസികൾ കൂടിയാണ്. ഏറ്റവും കൂടുതൽ മലയാളികൾ പ്രവാസികളായിട്ടുള്ള UAE രാജ്യത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള പല വിമാന സർവീസുകളും റദ്ദാക്കിയിരിക്കുകയാണ്. വിദേശ രാജ്യങ്ങളിലെ വിമാന കമ്പനികളും പശ്ചിമേഷ്യൻ മേഖലകളിലേക്കുള്ള വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. ദുബായിലെ മുൻനിര വിമാന കമ്പനിയായ എമിറേറ്റ്സ് എയർലൈൻസ് 2 ദിവസത്തേക്ക് ഇറാൻ, ഇറാഖ്, ജോർദാൻ എന്നിവിടങ്ങളിലേക്കുള്ള എല്ലാ വിമാന സർവീസുകളും റദ്ദാക്കി. UAEയിലെ മറ്റൊരു പ്രമുഖ എയർലൈൻസായ എത്തിഹാദും നിരവധി വിമാന സർവീസുകൾ റദ്ദാക്കുകയും മറ്റു പല വിമാനങ്ങളെയും വ്യോമപാത വഴി തിരിച്ചുവിടുകയും ചെയ്തു. ഇറാന്റെ മിസൈൽ ആക്രമണത്തിന് ഇസ്രയേൽ തിരിച്ചടി നൽകാൻ ആരംഭിച്ചാൽ സാഹചര്യങ്ങൾ കൂടുതൽ വഷളാകുമെന്നാണ് റിപ്പോർട്ടുകൾ. രാത്രി ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണം വലിയ തെറ്റായിപ്പോയെന്നും അനന്തരഫലങ്ങൾ ഉടൻ തന്നെ അനുഭവിക്കേണ്ടി വരുമെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസ്രയേൽ തിരിച്ചടി ആരംഭിച്ചാൽ ഗൾഫ് മേഖലയിലുടനീളം വലിയ പ്രതിസന്ധിയായിരിക്കും നേരിടേണ്ടി വരിക.